വിവാദങ്ങൾക്കിടെ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ CPM-ൽ കരുനീക്കങ്ങൾ ശക്തം. ജനുവരി 20-ന് ചെയർമാൻ കാലാവധി അവസാനിക്കുന്ന ചന്ദ്രൻപിള്ളയ്ക്ക് പദവി നീട്ടി നൽകിയില്ല. CITU നേതാവ് കൂടിയായ കെ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട GCDAയിലെ CITU യൂണിയൻ രംഗത്ത് വന്നിരുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വം നിശ്ചയിക്കുന്നയാൾ ചെയർമാനായി എത്തുന്നതാണ് CPM സംസ്ഥാന ഭരണത്തിലുള്ളപ്പോൾ GCDAയിലെ കീഴ്വഴക്കം. 2022 ജനുവരി 20-നാണ് 3 വർഷത്തെ കാലാവധിയിൽ കെ ചന്ദ്രൻപിള്ളയെ GCDA ചെയർമാനായി നിശ്ചയിച്ചത്. മുൻ ചെയർമാൻമാരെ പോലെ ചന്ദ്രൻപിള്ളയും GCDAയിൽ എത്തിയപ്പോൾ വിവാദത്തിൽ ഉൾപ്പെട്ടു. GCDAയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചായിരുന്നു നേരത്തെ തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടതെങ്കിൽ കാലാവധി കഴിയാനിരിക്കെ വൻ വിവാദത്തിൽ GCDAയും ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയും എത്തിച്ചത് ഉമാ തോമസ് MLAയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കാനിടയാക്കിയ കലൂർ സ്റ്റേഡിയത്തിലെ അപകടവും ഈ നൃത്തപരിപാടിക്കായി സ്റ്റേഡിയം വിട്ടുനൽകുന്നതിലുള്ള ചെയർമാന്റെ ഇടപെടലുകളുമായിരുന്നു. സ്വന്തം പാർട്ടിയിൽപ്പെട്ട കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ അടക്കം കെ ചന്ദ്രൻപിള്ളയെ തള്ളിപ്പറഞ്ഞിരുന്നു. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയിൽ സംഘാടകരായ മൃദംഗവിഷ്ണു ഗുരുതര പിഴവ് ഉണ്ടായതായിരുന്നു GCDA എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ കണ്ടെത്തൽ. ഉദ്യോഗസ്ഥരുടെ എതിരഭിപ്രായങ്ങളെ മറികടന്ന് സ്റ്റേഡിയം വിട്ടുനൽകാനുള്ള തീരുമാനമായിരുന്നു ചെയർമാൻ ചന്ദ്രൻപിള്ളയ്ക്ക് കുറിക്കായത്. GCDA ചെയർമാൻ സ്ഥാനത്തിന് കണ്ണുവെച്ച നേതാക്കൾ ഏറെയുണ്ടെങ്കിലും CPM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ് നിർണായകം. ജനം, കൊച്ചി.